ഹലോ നമസ്കാരം. അപ്പോൾ രഥസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മുടെ കല്യാണത്തിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം നടക്കുമോ നടക്കില്ലേ, അച്ഛനാണെങ്കിൽ താല്പര്യമില്ല, സുധാകരൻ മാഷ്ക്കാണെങ്കിൽ താല്പര്യമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മൾ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദിനി പതിവില്ലാതെ ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ട് വരികയാണ് വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദ കൈ കഴുകിയിട്ട് ഇങ്ങനെ നോക്കുക, പറയും നീ ഇത് കുടിക്ക് വേദേ എന്ന് പറയണം. അപ്പോൾ പറയും എന്താ ഇത് എന്ന് വയ്ക്കുമ്പോൾ നീ സംശയിക്കണ്ട, ഞാനിതിലൊന്നും കലക്കിയിട്ടില്ല, ധൈര്യമായിട്ട് കുടിച്ചോ എന്ന് പറയും. അപ്പോൾ പറയും ധൈര്യക്കേടൊന്നും എനിക്കില്ല, ഇനിയിപ്പോൾ അത് എന്തെങ്കിലും കലക്കി തന്നിട്ട് എനിക്ക് കുടിക്കാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് നന്ദിനിയാർത്തി ഇവിടെ നിൽക്കുക എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കെന്ന് പറയും. അപ്പോൾ വിചാരമാണ് എനിക്കെന്ന് പറയും. കാരണം ഇത്രയും ദ്രോഹം ചെയ്ത പിന്നെ നന്ദിനി അവിടെ ഒരു ഇതിൽ നിൽക്കില്ലല്ലോ, അതുകൊണ്ട് ആ പേടിയില്ല എന്നറിയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ദുരുദ്ദേശം? ഒരു ദുരുദ്ദേശമില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ആരും അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ പറയും അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ പറയും ഞാൻ പറഞ്ഞതൊന്നും അല്ല വേദേ, ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും തെറ്റിദ്ധരിക്കല്ലേ എന്നറിയും. അപ്പോൾ എന്ത് നോക്കി അല്ല, ഞാൻ ഇന്നലെ കല്യാണത്തിൻ്റെ കാര്യം ശരിക്കും ഞാനത് മുടക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല എന്നറിയും. അല്ല അതെനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നന്ദിനിയെടുത്ത് പറയേണ്ടതൊക്കെ കാര്യം തന്നെയാണ്. ആണല്ലോ, എല്ലാം കാര്യം ആണല്ലോ. അപ്പോൾ വേദ ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പത്തിയാർക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും വേദയ്ക്ക് ഈ വെള്ളം കുടിപ്പിച്ച് വേദയുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് വേദ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊന്ന് ചിക്കി ചകനഞ്ഞ് പുറത്തെടുക്കണം. അപ്പം നമ്മുടെ വേദയാണ് ആൾ കൊടുക്കുമോ? അങ്ങനെയൊന്നും വേദ ഒന്നും വിട്ടു അറിയൂല. അപ്പോൾ പറയും അല്ല ഇപ്പോൾ കല്യാണത്തിന് ഇനിയിപ്പോൾ കുറേ ചിലവ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ കല്യാണത്തിന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ ഇതിനൊന്നിനും തയ്യാറല്ല, പിന്നെ വിക്രമനാണെങ്കിൽ ഒരു പണിയില്ല, വിശ്വേട്ടനും ഇല്ല, പിന്നെ ഇപ്പോൾ എന്താണ് ഞങ്ങളും ഒന്നും എടുക്കൊന്നുമില്ല, പിന്നെ വേദയുടെ വീട്ടിൽ നിന്നിട്ട് വാങ്ങാനും സമ്മതിക്കില്ല, വേദയുടെ കയ്യിലുള്ളത് ചിലവാക്കാനും അച്ഛൻ സമ്മതിക്കില്ല, പിന്നെ എന്ത് ചെയ്യും? അതാണ് ചർച്ച. അപ്പോൾ പിന്നെ ഇന്നലെ പിന്നെ വേദ പറഞ്ഞൊരു വിളക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു പുടവ കൊടുത്താലും അത് കല്യാണം പോലെയായി പറഞ്ഞത്. ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മളവിടെ നിന്ന് 50 കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്തൊക്കെ ആചാരങ്ങളാണ്. പിന്നെ അത് ഇതാണ് കുറേ ആചാരങ്ങളുടെ പേര് പറയും, എനിക്കറിയില്ലേ. അതിൽ അറിയോ ചാന്തി മുഹൂർത്തം, ആ മുഹൂർത്തം, ഈ മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ 4-5 അറിയാം. എന്തൊക്കെ ആചാരങ്ങളാണ്. അതെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവിനെ മറ്റോ അവിടേക്കാണ് കല്യാണം കഴിച്ചത്, അവൾ പറഞ്ഞറിയാം അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് അവിടെ എന്നുള്ളത് എന്നറിയും. ഇവിടെ ഇപ്പോൾ ആ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ വെറുതെ കല്യാണം ഇങ്ങനെ താലി ഒന്നും കൂടെ കെട്ടുക എന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പറയും വേദ എന്നോട് പറ, എന്താണ് വേദ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്ന് എന്നോട് പറ എന്ന് പറയും. അപ്പോൾ പറയും ഞാൻ എന്തായാലും പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ ഞാനത് നന്ദിനിയെടുത്തിയോട് പറയൂല, കാരണം എനിക്ക് അറിഞ്ഞൂടെ നന്ദിനിയെടുത്തിനെ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല നന്ദിനിയെടുത്തി. എന്തായാലും നന്ദിനിയെടുത്തി എനിക്ക് പിന്നെ ജ്യൂസും കൊണ്ട് വന്നതല്ലേ, എന്നാൽ പിന്നെ അതിങ്ങോട്ട് തന്നിട്ട് നന്ദിനിയെടുത്തിയുടെ എന്തെങ്കിലും ഇതിൽ പൊയ്ക്കോ അറിയാം. അപ്പോൾ നന്ദിനി അറിയും എൻ്റെ കേട്ടി എന്നാണ് കുത്തിത്തിരിപ്പ്, അതാണ് കേട്ടി നന്ദിനി സ്കൂളിൽ, പിന്നെ എൻ്റെ സ്കൂളിലുള്ള പേര് കേട്ടി നന്ദിനി. അപ്പോൾ എല്ലാവരും എന്നിട്ട് എന്നെ കുത്തിത്തിരിപ്പ് നന്ദിനി എന്നാണ് പറയുക. KP നന്ദിനി, കുത്തിത്തിരിപ്പ് നന്ദിനി, കേട്ടി, യെസ് അങ്ങനെ പറയാം. എന്തായാലും പിന്നെ അങ്ങനെ ഒരു പേരുണ്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ അങ്ങനെ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കുന്നില്ല, സത്യമായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഭൂപതിയാരുടെ ഭാഗം ഇങ്ങനെ എന്താ പറയുക ക്ലിയറാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വേദയുടെ നടക്കില്ല. അപ്പോൾ അങ്ങനെ അവസാനം വേദയ്ക്ക് ജ്യൂസ് കൊടുക്കണം എന്നിട്ട് കൊടുക്കുന്നതും വേദ കൈ നീട്ടുന്ന സെക്കൻഡിൽ ജ്യൂസ് അങ്ങോട്ട് വിടും, കൈ അങ്ങോട്ട് എടുക്കും, ഗ്ലാസ് നേരെ താഴെ വീണ് പൊട്ടും. അപ്പോൾ പറയും എന്താ നിനക്കിത് പിടിക്കാൻ കഴിയില്ലേന്ന് പറയും. അതിന് നന്ദിനിയെടുത്ത് എൻ്റെ കയ്യിലല്ലല്ലോ ജ്യൂസ് തന്നതറിയും. ഇനി അതും കൂടെ പറയൂ വേണ്ടുള്ളൂ, ഞാൻ കൊണ്ടു തന്നിട്ട് നീ വാങ്ങിയില്ല, അല്ലെ ഞാൻ നിലത്തിട്ട് പൊട്ടിച്ചു, അതല്ലേ ഇനിയിപ്പോൾ നീ പറയാൻ പോകുന്നുണ്ട് എന്നറിയും. അപ്പോൾ അതല്ലേ സംഭവിച്ചെന്ന് അറിയും. ഇനിയിപ്പോൾ അതും കൂടെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചാടിക്കളിച്ച് അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ സുധാകര മാഷ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. വരുമ്പോൾ കാണാം ശ്രീജേർത്തിയും അതുപോലെ കമലമ്മയും കുഞ്ഞും കൂടെ വരികയാണ്. അപ്പോൾ കുട്ടി കണ്ട് മച്ചാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കുട്ടി
കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് നമ്മളെ മാഷെ. അപ്പോൾ പറയാം എവിടുന്നാണ് നിങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ പറയും ഇല്ല മോളുടെ ശ്രീജയുടെ ഒരു കമ്മൽ. അപ്പോൾ ശ്രീജ കുട്ടിയാണ് പറയുക ഞങ്ങൾ ഒരു അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പൂപ്പനെ ഏത് അപ്പൂപ്പനെ നോക്കിയിട്ടോ, അതെ ഈ കുഴലെടുത്ത് ഇങ്ങനെ ഫൂ ഫൂ ഊതുന്നില്ലേ അപ്പൂപ്പൻ സ്വർണ്ണത്തിലെ ആ അപ്പൂപ്പനെ. അപ്പോൾ തട്ടാനെ കാണാൻ പോയ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ പറയും അതെന്തിനാ അപ്പോൾ തട്ടാനെ കാണാൻ പോയതെന്ന് നോക്കിയിട്ടോ, ഇല്ല ശ്രീജയുടെ ഒരു കമ്മൽ പിന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വിളക്കിച്ച് മോളെ കാതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി പോയതാണ് എന്നറിയാം. ആ അത് ശരി അറിയാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ ഇപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ചരടിലാണ് താലി. അപ്പോൾ ആ താലി മാറ്റിയിട്ട് സ്വർണ്ണത്തിലിടണ്ടേ. അപ്പോൾ അമ്മ അവൾക്കൊന്നൊരു മാല കൊടുത്തിരുന്നു. പിന്നെ കുറച്ച് സ്വർണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൊണ്ടൊരു മാല പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അറിയാം. അപ്പോഴേക്കും ശ്രീജ പറയും നീ ഇതെന്ത് ഉദ്ദേശിച്ചാൽ കമലേ എന്ന് പറയുമ്പോഴേക്കും ശ്രീജ മെല്ലെ രംഗം മോശമാവാന്നാണ്. ഇപ്പോൾ ശ്രീജ മെല്ലെ കുട്ടീനെ വിളിച്ചിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാത്തേക്ക്. അപ്പോൾ നീ ഇതെന്തോ ഉദ്ദേശിച്ചാണ് കമല. അപ്പോൾ ഞാനെന്ത് ഉദ്ദേശിച്ചിട്ടാണ്, എന്തായാലും ഈ ചടങ്ങ് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, അതിൻ്റെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വേണ്ട മാഷേ, എന്തായാലും നമ്മളെന്തായാലും ഇതിന് ഇറങ്ങി തിരിച്ചില്ല, അപ്പോൾ അത് എന്തെങ്കിലും ഒന്നും ആവാണ്ട പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളുടെ സ്വർണം പിന്നെ വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട, മാലയിൽ ഇങ്ങനെ ഒരു അല്ല അവളെ ചരടൊന്ന് മാറ്റിയിട്ട് ആ താലി ഈ മാലയിലൊന്ന് കോർത്തിട്ട് അത്രേ വേണ്ടുള്ളൂ, അതിന് വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ അപ്പോൾ മാഷ് കുറേ മുട്ടുന്യായങ്ങളൊക്കെ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷ് അവിടുന്ന് പിന്നെ എഴുന്നേറ്റ് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണാം നമ്മുടെ നന്ദിനി പൂമുഖ അടിക്കുമ്പോൾ കാണാം വിക്രമിൻ്റെ വരവാ. വിക്രം വരുന്നതാണ്. ഇപ്പോൾ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ വിക്രം എന്തായിരിക്കും എനിക്ക് നിന്നോടൊരു കാര്യം പറയേണ്ട, ഒരു രഹസ്യമാണ്. എന്ത് രഹസ്യം എന്നോട് പറയാൻ എന്ന് പറഞ്ഞാൽ ഓർക്കെ പറയാം. എടാ പതുക്കെ പറയണം, നിന്നോട് രഹസ്യം പറയാനല്ലേ ഞാൻ വിളിച്ചത് പറയും. അപ്പോൾ എന്ത് രഹസ്യം നന്ദിനി എടുത്തി, എടാ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയും. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പറയും നിനക്ക് വേണ്ടിയിട്ടൊരു വലിയ വാരിക്കുഴി തന്നെ ഇവിടെ കുത്തുന്നുണ്ട് പറയും. വാരിക്കുഴിയോ ആര് എന്നറിയും കേട്ടോ. അപ്പോൾ എടാ നിൻ്റെ കല്യാണം എന്ന് പറയുന്നത് ഒരു കുഴിയടാ, ഒരു വാരിക്കുഴി, നിന്നെ അതിൽ തള്ളിയിടാനുള്ള പരിപാടിയാണ് വേദയ്ക്ക്. വേദ മാത്രമല്ല എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടി നിൻ്റെ കല്യാണത്തിന് അണിയാനുള്ള താലി വരെ പണിയാൻ കൊടുത്തിരിക്കുക ഇവിടെ അമ്മാറ്. അപ്പോൾ ഇങ്ങനെ നോക്കി അപ്പോൾ എടാ നിന്നെ അതിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തും നിന്നോട് ചെയ്യാലോ, അതാണ്. അപ്പോൾ നീ കാരണം ഒന്ന് അവളെ വീട്ടിൽ നിന്ന് പണം ഇറക്കാൻ സമ്മതിക്കില്ല, അച്ഛനും ഇറക്കില്ല, പിന്നെ ഞങ്ങളോ ഒരു പൈസ ഇറക്കില്ല, പിന്നെ വിശ്വട്ടൻ്റെ കയ്യിൽ കാശില്ല, പിന്നെ ആര് ചെയ്യും ഈ ചിലവൊക്കെ നീ തന്നെ ചെയ്യണം. അപ്പോൾ അമ്മയെ കൊണ്ട് അവൾ കുടുംബശ്രീയിൽ നിന്ന് പൈസ ലോൺ എടുപ്പിക്കും. ആ കുടുംബശ്രീത്തെ ലോണ് നീ അടച്ചു കൊടുക്കണം. നീ അടച്ചു കൊടുക്കുമ്പോൾ നീ പണിക്ക് പോകണ്ടേ. അപ്പോൾ ആ പൈസ അത് നീ പണിക്ക് തന്നെ പോകണം. അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന കാശും പറ്റില്ല. അതിനു വേണ്ടി നിനക്ക് വേണ്ടി വലിയൊരു വാരിക്കുഴി പണിതുകൊണ്ടിരിക്കുക. നീ രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ മോനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും ഓ അത് ശരി, അതൊക്കെയാണല്ലേ അവളുടെ ഉദ്ദേശം നോക്കിയാണ് വിക്രം. അത് തന്നെയാണ് ഉദ്ദേശം എന്നറിയണം. ഞാൻ അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞു, നീ എന്താച്ചാ ചെയ്തോ എന്നുള്ളതിലാണ്. കുത്തിത്തിരിപ്പ് തന്നെ അല്ലേ ഇപ്പോൾ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ നന്ദിനി കേട്ടോ. അത് കഴിഞ്ഞ് നന്ദിനി പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും ദൈവമേ എങ്ങനെയെങ്കിലും ഇവൻ ഈ കല്യാണത്തിൽ നിന്ന് ഒന്ന് വഴിമാറി നടക്കണം, അവൻ അങ്ങനെ കല്യാണം തന്നെ വേണ്ടെന്ന് തീരുമാനിക്കണേ എന്നിങ്ങനെ പറയാൻ. അപ്പോൾ നമ്മുടെ വിക്രം ആലോചിക്കുകയാണ് ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്തായി തീരും എന്നുള്ളത് വിക്രം ഇരുന്ന് ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ മുത്തശ്ശി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ചർച്ചകൾ നടക്കും. അപ്പോൾ പറയും അല്ല അമ്മയെ ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ, ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്നുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അല്ല പത്മേ നമ്മൾ തീരുമാനിച്ചപ്പോൾ അവിടുന്ന് വിക്രമിൻ്റെ അച്ഛൻ്റെ ഒരു തീരുമാനം നമുക്കിതുവരെ വന്നിട്ടില്ല എന്നറിയും. അല്ല കമല അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അപ്പോൾ മൂപ്പര് സമ്മതിക്കാണ്ടേ ആവില്ലല്ലോ ഇത് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ ശങ്കരനാരായണനും അർദ്ധ മനസ്സാണ് പറഞ്ഞതെങ്കിലും പിന്നെ ഇപ്പോഴും അവിടുത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്നാലും ആരൊക്കെയാണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് എന്നാലും തയ്യാറാക്കേണ്ടത്, ആരൊക്കെയാണ് വിളിക്കുക എന്താണെന്നൊക്കെ പറയും. അപ്പോൾ വർഷയുടെ അമ്മേനെയും അച്ഛനെയും വിളിക്കണം, അതായത് ശ്രീകാന്തിൻ്റെ ഭാര്യ വീട്ടുകാരെ വിളിക്കണ്ടേ എന്നൊക്കെ പറയും. അപ്പോഴേക്ക് അവർ വന്നാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് വരും. അപ്പോൾ പറയും നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, അവളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി പിന്നെയും കല്യാണം താലികെട്ടൽ എന്ന് പറഞ്ഞത് അരക്കെട്ട് ഉറപ്പിക്കാൻ പോവാണോ എന്നൊക്കെ. അപ്പോൾ പറയും ശ്രീകാന്ത് ദേഷ്യം പറയും നീ എന്തിനാ അത്ര ദേഷ്യപ്പെടുന്നത്, നിൻ്റെ മനസ്സിലെന്താണ്, നീ എന്തായാലും എന്തായാലും വർഷയുടെ വീട്ടിലേക്ക് അവളെ എന്തായാലും കൊടുക്കണില്ല. ഇനി അവളെ പറയും എന്താ ദർശൻ കല്യാണം കഴിച്ചൂടെ, അതെന്താ ദർശനം എന്താ ഏറ്റെടുക്കും അവളതിനെ പറയും നിനക്ക് എന്താ ശ്രീകാന്ത്, ഇത്രയും നാളൊരു പുരുഷൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദർശനം ഏറ്റെടുക്കാൻ നിൽക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല.
അതങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും പിന്നെ നിനക്ക് അവനോട് എന്തെങ്കിലും നിനക്ക് അവളോട് ദേഷ്യമാണ് അറിയാം. എനിക്ക് അവളോടൊരു ദേഷ്യമില്ല, എനിക്ക് അവനോടാണ് ദേഷ്യം. അവനെനിക്ക് കൊല്ലാനുള്ള അത്ര ദേഷ്യമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ നീ എന്തൊക്കെയായാലും ഈ കല്യാണം നടത്തും മുത്തശ്ശി പറയും. അതിനിപ്പോൾ നീയോ നിൻ്റെ ഭാര്യ വീട്ടുകാരോ. അപ്പോൾ ശ്രീകാന്ത് പറയും ഞാനും വർഷയുടെ വീട്ടുകാരും എന്തായാലും വരില്ല എന്ന് പറയും. അപ്പോൾ പറയും വേണ്ട വരണ്ട. മുത്തശ്ശി പറയും വേണ്ട വരണ്ട, പക്ഷേ നീയോ നിൻ്റെ ഭാര്യ വീട്ടുകാരോ ആരും വന്നില്ലെങ്കിൽ ഇത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. അപ്പോൾ പറയും ശ്രീകാന്ത് മുത്തശ്ശി വെറുതെ അവളുടെ മനസ്സിൽ ഓരോരോ ആചാരങ്ങൾ അതും ഇത് കുത്തി കയറ്റി വെച്ചിട്ടാണ് അങ്ങനെ വരുന്നത് പറയും. അതേടാ, ഞാൻ ആചാരങ്ങൾ കുത്തി കയറ്റി വെച്ചിട്ടാണോ? ഒന്നുമില്ലല്ലോ. അവളങ്ങോട്ട് പോയി, അവളവളുടെ ഇഷ്ടത്തിനല്ലേ പോയത്, നമ്മളാരെങ്കിലും പറഞ്ഞയച്ചിട്ടാണോ? എന്നിട്ട് നമ്മളെല്ലാവരും പോയി വിളിച്ചില്ലേ? ഞാൻ പോയി വിളിച്ചില്ല, ഞാൻ തന്നെ എത്ര തവണ പോയി അവളെ വിളിച്ചു. ആ കുട്ടി വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ നിന്നതല്ലേ, ഞാൻ തള്ളി വിട്ടിട്ടാണോ അവൾ പോയത്? ഒന്നുമല്ല, അവളുടെ മനസ്സിൽ അതാണ്. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവൾക്കിപ്പോൾ അതാണ് താല്പര്യം, അച്ഛനും ഇപ്പോൾ അതിന് സമ്മതം ചെയ്ത സ്ഥിതിക്ക് അത് അതിൻ്റേതായ മുറയെ പോലെ നടത്തണ്ടേ എന്നൊക്കെ പറയും. എന്തായാലും ഞാനിതിനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പത്മയ്ക്കും ഇപ്പോൾ ഏതാണ്ട് അമ്മയുടെ കൂടെയാണ് കൂടിയിരിക്കും, മുത്തശ്ശിയുടെ കൂടെ തന്നെയാണ് പത്മയും കൂടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകാന്ത് വർഷയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, വർഷയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ പറയും ഇപ്പോഴും പിന്നെ അവരിങ്ങനെ കല്യാണം ചടങ്ങൊക്കെ ആയിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും അപ്പോൾ കാണാം നമ്മളുടെ എന്താ പറയുക ഈ ദീപ്തി അതായത് വർഷയുടെ അനിയത്തി ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയേ ഞാനെന്തായാലും ഈ കല്യാണത്തിനൊന്നും കൂടുന്നില്ല, അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്, അല്ലാണ്ട് ഇവർ വീണ്ടും കല്യാണ ചടങ്ങ് പോലെ നടത്താൻ നിൽക്കുകയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഞാനെന്തായാലും ഇതിൽ കൂടുതലില്ല പറയാം. അപ്പോൾ വർഷം അറിയും എന്തായാലും ശ്രീകാന്ത് ഇതിന് കൂടുതലൊന്നും ചെയ്യരുത്, ഞാൻ അപ്പം പറഞ്ഞുതരാം കൂടി അപ്പം പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴേക്കും ദീപ്തി വന്നിട്ട് ദീപ്തി ചോദിക്കുക ആരാ വർഷേച്ചിയാണോ ചോദിക്കുമ്പോൾ വർഷയാണ്. അപ്പോൾ പറയും എന്താ പറയുന്നത്? അവളുടെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അറിയും. ഇനി എന്തിനാ അങ്ങനെ വാശിയും വൈരാഗ്യമൊക്കെ? പിന്നെ അവരുടെ എന്തായാലും ആയില്ലേ, ഏട്ടനും കൂടി എന്നോട് കൂടിക്കൂടി ഇതൊക്കെ പറയും. നിനക്കെന്താ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയണ്ട, അച്ഛൻ ചില സമയങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കണ തോന്നും, ചില സമയത്ത് അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ നിൽക്കണ പോലെ തോന്നുന്നത്. അച്ഛന് ഒരു അഭിപ്രായം അച്ഛൻ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് പറയും. അപ്പോൾ അതിന് ശേഷം ദീപ്തി സംസാരിക്കുക. അപ്പോൾ പറയും എന്തായാലും പിന്നെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീട് മുഴുവൻ അവൻ്റെ ഭരണത്തിലാവും എന്നൊക്കെ പറയും. അങ്ങനെ ഏട്ടൻ വിചാരിക്കുകയുണ്ട്, കാരണം വിക്രമേട്ടൻ ആൾ വളരെ ഡീസൻ്റാണ്. അപ്പോൾ ഒരിക്കലും വിക്രമേട്ടൻ ഇവിടെ വന്ന് ഈ കുടുംബത്ത് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയും നീ എന്താ പറഞ്ഞത് വിക്രമേട്ടനോ? പറയും അതെ, മുറപ്രകാരം എൻ്റെ ചേച്ചിയുടെ ഭർത്താവുമ്പോൾ ഏട്ടൻ എന്നല്ലേ ഏട്ടൻ്റെ സ്ഥാനമല്ലേ, അപ്പോൾ ഏട്ടൻ തന്നെ വിളിക്കേണ്ടതെന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഏട്ടനൊന്നും വിളിക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് ചോദിക്കും അവൾ. അപ്പോൾ പറയും ഏട്ടൻ എന്തായാലും വരില്ലെങ്കിൽ വേണ്ട, ഞാനും അമ്മയുടെയും മുത്തശ്ശേരിയും അച്ഛനെയും കൂടെ ഞാൻ പോകും കല്യാണത്തിന് പറയും. ഞാനും വർഷമൊന്നും വരില്ല അറിയാം, അത് നിങ്ങളെ ഇഷ്ടം, പക്ഷേ ചേച്ചി ഇനി അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒക്കെ ഈ കുട്ടി ഇങ്ങനെ പറയാൻ കേട്ടോ. അതിൻ്റെ ഇത്ര വിവരം കൂടി അയാൾക്കില്ല. അപ്പോൾ പറയും എന്തായാലും ഞാൻ പോകും, ഞാൻ കല്യാണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും എന്നിങ്ങനെ ദീപ്തി കട്ടായം പോലെ പറയുകയാണ് ശ്രീകാന്തിനോട്. ശ്രീകാന്ത് ആകെ ഒന്നാമത് ശ്രീകാന്തിന് വർഷയുടെ കുത്തിത്തിരിപ്പാണ്, രണ്ടാമത് എന്താ വിക്രമിനോടുള്ള അതിയായ പക, ഇത് രണ്ടുമാണ് അയാൾക്കുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മളെ വിക്രം ആകെപ്പാടെ ഇങ്ങനെ അന്തം വിട്ട് അതിന് ശേഷം പിന്നെ നമ്മളെ എന്താ പറയുക ശ്രീജ ഈ കമ്മലുമായിട്ട് വിശ്വൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിശ്വം നിങ്ങളെവിടെ പോയത് വയ്ക്കുമ്പോൾ ആ കമ്മലിവിടെ പൊട്ടി വെറുതെ ഇരിക്കുകയായിരുന്നില്ല വിശ്വട്ടാ, അപ്പോൾ ഞാനതൊന്ന് വിളക്കിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയും. അപ്പോൾ പറയും വിളക്കിച്ചോ എന്ന് പറയും. ഇതിഞ്ഞ് മോളെ കമ്മൽ വിശ്വേട്ടൻ തന്നെ ഇട്ട് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ കമ്മൽ കൊടുക്കുക. ഞാനോ എന്ന് നോക്കുമ്പോൾ വിശ്വേട്ടൻ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ കമ്മൽ പറയും ഞങ്ങളുടെ കുട്ടിയുടെ കമ്മൽ അത് കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊരു ഭംഗിയുള്ളൊരു കമ്മൽ, അപ്പോൾ അത് ഊരിയിട്ട് സ്വർണ്ണത്തിൻ്റെ കമ്മൽ വിശ്വം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പറയും നന്നായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇനി ഞാൻ പോട്ടെ എന്ന് പറയും, ജോലി ഉണ്ട്. അപ്പോൾ പറയും അച്ഛാ ഇനി എന്താ മോളുടെ ആഗ്രഹം എന്ന് നോക്കുമ്പോൾ എനിക്ക് പുറത്ത് പോകണം അച്ഛാ എന്ന് പറയും. എന്നെ പുറത്ത് കൊണ്ടുപോകുമെന്ന് നോക്കി. അപ്പോൾ പറയും മോളെ അച്ഛന് ഇപ്പോൾ സമയമില്ല, മോളൊരു കാര്യം ചെറിയച്ഛൻ വരുമ്പോൾ ചെറിയച്ഛനോട് പറയാം, വിക്രം ചെറിയച്ഛൻ വരുമ്പോൾ ചെറിയച്ഛനോട് പറയും ചെറിയച്ഛൻ മോളെ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയും. എന്നാൽ ശരി ഞാൻ അങ്ങനെ പോവാം. അപ്പോൾ പറയും അത് വേണ്ട വിശ്വേട്ടൻ, നമുക്ക് രണ്ടുപേർക്കും മോളെയും കൊണ്ട് പോകാൻ പറയുമ്പോൾ അത് വേണ്ട, ഞാൻ പിന്നെ വിക്രം ചെറിയച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ ഇവിടെ ശ്രീജയുടെ മുഖം ഇങ്ങനെ വാടുകയാണ്. അപ്പോൾ പറയും പിന്നെ ഞാനും മോളും നിങ്ങളും കൂടെ ഒന്ന് പുറത്തു പോകണം, ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി അതാണ് പറയും. അല്ലെങ്കിൽ ആഗ്രഹമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇയാളിങ്ങനെ വിളിക്കുകയാണ് ശ്രീജ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്.
പോകാൻ നിൽക്കുക, ജോലിക്ക് പോകാൻ നിൽക്കുക മോൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വിക്രം ആകപ്പാടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ക്ലബ്ബ് പോയിരിക്കുന്നുണ്ട്. കാരണം ജോസഫും രാജേട്ടനും ആനിയൻകുട്ടനൊക്കെ കൂട്ടുള്ള ഒരു ക്ലബ്ബ് ഉണ്ടല്ലോ, അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന സമയത്ത് അനിയൻകുട്ടൻ അങ്ങനെ പറയാണ്. അപ്പോൾ പറയൂ, നീ ഇതിലിപ്പോൾ എത്ര ആലോചിക്കാനിരിക്കണു, ഒന്നും കൂടെ താലി കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ശ്രീനി സാറ് പറഞ്ഞപ്പോഴും കെട്ടി, നിൻ്റെ മുത്തശ്ശി പറഞ്ഞപ്പോഴും കെട്ടി, ഇപ്പോൾ മൂന്നാമതൊരു കെട്ട് അങ്ങനെയും കൂടിയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തേക്ക് എന്നൊക്കെ പറയും. അല്ലാണ്ട് നിനക്കിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയും, അതല്ല, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും ജോസഫ് അങ്ങോട്ട് വരും. ജോസഫ് വന്നിട്ട് പറയും, മൂന്നാമത്തെ കല്യാണം. അപ്പോൾ ഒരു പ്രാവശ്യം അവൻ ബലമായി കെട്ടി, പിന്നെ ഒന്ന് അവൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കെട്ടി, ഇനിയിപ്പോൾ ഇതിപ്പോൾ രണ്ട് വീട്ടുകാരും കൂടെ തീരുമാനിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ കല്യാണം കഴിക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ അത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, പിന്നെ അതൊന്നും അല്ലടാ പ്രശ്നം, ഇവന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അല്ലേ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഈ വേദയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേദ പിന്നെ അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൃഢമായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ശ്രീനിവാസൻ സാറ് കൂടെ പോകണ്ടെന്നൊക്കെ വേദ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് വേദയെ അനുസരിക്കല്ലേ നിവർത്തി ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ തന്നെയാവും ചിലപ്പോൾ കാര്യങ്ങൾ. കാരണം പിന്നെ വേദ പറഞ്ഞു കൊടുത്ത് നിൽക്കേണ്ടി വരും വിക്രം. അപ്പോൾ വിക്രമിൻ്റെ ഈ കളിയോ കാര്യമോ ഈ കൂട്ടുകെട്ടോ ഒന്നും പാടില്ല എന്ന് വേദ പറഞ്ഞാൽ അവനത് അനുസരിക്കേണ്ടി വരില്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലാണ് വേദ ഇങ്ങനെ നിർത്തിയും കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ട് വീട്ടുകാരുടെ അംഗീകാരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധമായി കഴിഞ്ഞില്ലേ എന്നൊക്കെയാണ്. അതൊക്കെ ആവും ഇപ്പോൾ അവനെ അലട്ടുന്ന പ്രശ്നം. പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെയാവും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആകെ വിക്രം ആകെ പട ഡള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താവും ഇനി അടുത്ത ഇതെന്ന് ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെയെന്ന് പിന്നെ കുറച്ച് ഭയങ്കര മഴ കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, എവിടെ ഇരുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കഥ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ.